എടാ, അകത്ത് നിന്ന് കൃത്യമായി അടച്ചിട്ടൊരു മുറി, അതിനകത്ത് പാതി കഴിച്ച ഭക്ഷണവും നിലച്ച ക്ലോക്കുകളും മറ്റ് സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട്. എന്നാൽ അതിനകത്തുള്ള മനുഷ്യരെ മാത്രം കാണുന്നില്ല. അതായത് അവർ വായുവിൽ ലയിച്ചു ചേർന്ന പോലെ ആ റൂമിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഈ ഒരു സംഭവം നടക്കുന്നത് സ്കോട്ട്ലാൻഡിലെ ഫ്ലാനൻ ഐലൻഡിലാണ്. അതായത് മനുഷ്യവാസം ഒട്ടും തന്നെ ഇല്ലാത്ത ഈ ഒരു ഐലൻഡിൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ ചുമതല 3 ആൾക്കാർക്കായിരുന്നു. കടലിനെ കുറിച്ച് നല്ല അനുഭവ സമ്പത്തുള്ള ഈ 3 പേരാണ് ഈ ലൈറ്റ് ഹൗസിന്റെ ചുമതല വഹിച്ചിരുന്നത്. എന്നാൽ ഡിസംബർ 15-ാം തീയതി ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ലൈറ്റുകളൊക്കെ പൂർണ്ണമായി നിലച്ചു. സാധാരണ അതുവഴി പോകുന്ന കപ്പലുകൾക്കൊക്കെ വഴി കാണിക്കേണ്ട ലൈറ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അധികൃതർക്കും സംശയമായി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഡിസംബർ 26-ാം തീയതി ഒരു അന്വേഷണ സംഘം കപ്പലുമായിട്ട് ആ ദ്വീപിലേക്ക് ചെന്നു. സാധാരണഗതിയിൽ ഒരു കപ്പൽ ആ ദ്വീപിലേക്ക് വന്നാൽ അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ആ 3 ജീവനക്കാരും അവിടെ എത്തുമായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം അവിടെ ആരും തന്നെ വന്നില്ല. എന്നാൽ ലൈറ്റ് ഹൗസിന്റെ വാതിൽക്കൽ ചെന്ന് നോക്കി അവർ കണ്ടത് അകത്ത് നിന്ന് ലോക്ക് ചെയ്ത വാതിലായിരുന്നു. അങ്ങനെ അവർ വാതിൽ തകർത്ത് അകത്ത് ചെന്നപ്പോൾ അവർ സത്യത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. കാരണം അകത്ത് നിന്ന് കൃത്യമായി ലോക്ക് ചെയ്ത ആ മുറിക്കകത്ത് ആ 3 പേരെയും കാണുന്നില്ല. അങ്ങനെ തിരച്ചിൽ സംഘം ആ മുറി മൊത്തം അരിച്ചു പറക്കിയെങ്കിലും അവർക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അവർക്കൊരു ഡയറി അവിടെ നിന്നും കിട്ടി. ആ ഡയറി വായിച്ചപ്പോൾ അവർ സത്യത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. കാരണം ആ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ശക്തമായ കൊടുങ്കാറ്റായിരുന്നു എന്നാണ്. എന്നാൽ ഇതിന്റെ വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇതിലൂടെ പോയ കപ്പലുകളുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ പറയുന്നത് ഇവിടെ കൊടുങ്കാറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ശാന്തമായ കാലാവസ്ഥയായിരുന്നു എന്നൊക്കെയാണ്. സത്യത്തിൽ ഇവർ ഈ ഡയറിയിൽ പറഞ്ഞ കൊടുങ്കാറ്റ് എന്തായിരിക്കും? ഒരുപാട് തിയറീസ് ഇതിന് പിറകിലുണ്ടെങ്കിലും സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആർക്കും തന്നെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. സത്യത്തിൽ ഈ 3 പേർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി ഇതിന് പിറകിൽ വല്ല അദൃശ്യ ശക്തികളോ മറ്റോ ഉണ്ടായിട്ടുണ്ടാവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബിലോ. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലീസ് ഡു ഫോളോ.